ദൗർബല്യങ്ങളെ എങ്ങനെ ശക്തിയാക്കി മാറ്റാം? ജീവിതത്തിൽ വിജയിച്ച ഓരോ മനുഷ്യൻ്റെയും ജീവിതകഥയുടെ ആഴങ്ങളിലേക്ക് പോയാൽ നമുക്കിതെല്ലാം നേരിട്ട് കാണാം, അനുഭവിക്കാം. അവർ ജയിച്ചത് അവർക്ക് ദൗർബല്യങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അല്ല, ഉണ്ടായിരുന്ന ദൗർബല്യങ്ങളെ അവർ വലിയ ശക്തിയാക്കി മാറ്റിയതുകൊണ്ടാണ്. മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു വിത്തിനെ നോക്കൂ. മണ്ണിനടിയിൽ ഇരുട്ടിൽ അത് വീണ് കിടക്കുന്നു. ആ ഇരുട്ടിനെയും വലിയ സമ്മർദ്ദത്തെയും അതൊരു ശാപമായിട്ട് കണ്ടതേയില്ല. അതിനെ വളരുവാനുള്ള ഒരു വലിയ അവസരമായിട്ട് കണ്ടു. ഒരവസരം ലഭിച്ചപ്പോൾ മണ്ണിൽ വിടവുണ്ടാക്കി പ്രതികൂല കാലാവസ്ഥകളോട് മല്ലടിച്ച് വൻ വൃക്ഷമായിട്ടത് വളർന്നു. മനുഷ്യരുടെ ജീവിതവും മറ്റൊന്നല്ല. നമ്മുടെ കുറവുകൾ, പരാജയങ്ങൾ, ഭയങ്ങൾ, ആത്മവിശ്വാസക്കുറവ്, സാമ്പത്തിക ബുദ്ധിമുട്ട്, വിദ്യാഭ്യാസ പരിമിതികൾ ഇവയൊന്നും തന്നെ നമ്മളെ തകർക്കുവാനല്ല വരുന്നത്, നമ്മളെ കൂടുതൽ ശക്തരും ആത്മവിശ്വാസമുള്ളവരുമാക്കി മാറ്റാനാണ്. ഒരാൾക്ക് സംസാരിക്കാൻ പേടിയുണ്ടാകും. ഒരു പക്ഷേ അദ്ദേഹം ആ ഭയത്തെ സംസാരിക്കാതിരുന്നാൽ അത് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കും. പക്ഷേ അതേ ഭയത്തെ നേരിട്ടുകൊണ്ട് ഓരോ ദിവസവും കുറച്ച് കുറച്ച് സംസാരിക്കുവാൻ അദ്ദേഹം ശീലിക്കുകയാണ് എങ്കിൽ ഒരു നാൾ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ പ്രസംഗിക്കുന്ന വളരെ നല്ലൊരു പ്രാസംഗികനായിട്ടുള്ളൊരു വ്യക്തിയാക്കി മാറാം. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികൾ വരുന്നത് നമ്മളെ ഉയർത്തുവാനാണ്. നമ്മളെ വീഴ്ത്തുവാൻ വന്ന കല്ല് അതെടുത്ത് പടിക്കല്ലാക്കി നമ്മൾ മാറ്റിയാൽ നമ്മൾ മുകളിലേക്ക് കയറും. നമ്മളെ തടയാൻ വന്ന കാറ്റ് തന്നെ നമ്മുടെ പായ്വഞ്ചിയിൽ പിടിച്ച് കെട്ടിയാൽ ആ പായ്വഞ്ചിയാകുന്നത് നമ്മളുടെ ജീവിതമാണ്. ആ പായ്വഞ്ചി തന്നെ മുന്നോട്ട് പോകും. എന്നാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറവുണ്ട് എന്ന് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ അവസാനം നിങ്ങൾക്ക് കുറവുകൾ മാത്രമേ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും പറയാനും കാണൂ. അതുതന്നെയേ മറ്റുള്ളവരും കാണൂ. ആ കുറവിനെ നിങ്ങളുടെ ആയുധമാക്കി മാറ്റിയാൽ അത് നിങ്ങളുടെ വലിയ ശക്തിയാക്കി മാറാം. എന്തിനേയും ജയിക്കുന്ന ശക്തി. പരാജയമുണ്ടോ? അതാണ് അനുഭവത്തിൻ്റെ ഗുരു. ആ പരാജയമാണ് അനുഭവം. അതാണ് ഏറ്റവും വലിയ ഗുരുവും. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ അപമാനിക്കപ്പെട്ടത് അത് നിങ്ങൾക്ക് സ്വയം തെളിയിക്കാനുള്ള, നിങ്ങൾ ആരെന്ന് സ്വയം തെളിയിക്കാനുള്ള ഇന്ധനമാണ്. മുറിവില്ലാത്ത വൃക്ഷങ്ങൾക്ക് വളർച്ചയുടെ കഥ പറയാനുണ്ടാകില്ല. കൊടുങ്കാറ്റുകളെ നേടാത്ത കടലിൽ ഒരു ആഴത്തിൻ്റെ മഹത്വം പറയാൻ പറ്റില്ല. അതുപോലെ വലിയ പരീക്ഷണങ്ങളെ അതിജീവിക്കാത്ത മനുഷ്യന് വിജയത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള രുചിയും അറിയില്ല.